ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനും ബ്രദറും കൂടെ കല്യാണത്തിന് പോവാണ്. എന്നെ വിളിച്ചില്ല, അവൻ വിളിച്ചിട്ടുള്ളൂ. അപ്പം ഞാനും കൂടെ ഓസിന് പോയേക്കാന്ന് വിചാരിച്ചു. നല്ല ഇരുട്ടുണ്ട്. സന്ധ്യക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാൻ ഇരുട്ടത്ത് ലൈറ്റ് വെച്ച് പോവുകയാണ് ഗൈസ്. നോക്കി പോകണം, പാമ്പൊക്കെ ഉണ്ടാവും, അത് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം ഗൈസ്. ഞാനാണെങ്കിൽ വേഗം ഉറങ്ങുകയും ചെയ്ത് വീട്ടിൽ നിന്ന്. അവനാണെങ്കിൽ എത്തിയിട്ടുമില്ല. എനിക്ക് പേടിയാന്നേ. അയ്യോ നോക്കി പോകണം ഗൈസ്. വരുന്നുണ്ടെന്ന് തോന്നുന്നു, വണ്ടി ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ എത്തണം ഗൈസ്. ഇതെന്താ പുകയടിച്ചിരിക്കുന്നത്? അപ്പോൾ നമുക്ക് വണ്ടി കയറാം ഗൈസ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവൻ പോകൂലായിരുന്നു. ഞാൻ പിന്നെ ബടാ ഒരു ബിരിയാണി വെച്ചിട്ട് വരടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഇതാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. കല്യാണത്തിന് പോകാൻ നല്ല മടിയുണ്ട്. പിന്നെ ഒരു ബിരിയാണി കഴിക്കാൻ മിക്സ് ആക്കണ്ടല്ലോ നേരത്തിട്ട് മാത്രം ഞാൻ കല്യാണത്തിന് പോകുന്നതാണ് ഗൈസ്. അപ്പം നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു. ഭയങ്കര നല്ല തണുപ്പായിരുന്നു ഗൈസ്. ഞങ്ങളങ്ങനെ കല്യാണ വീട്ടിലെത്തി ഗൈസ്. അതാണ് വീട്. കുറച്ച് പ്രോബ്ലമൊന്നും ഇല്ല. എന്ത് പറ്റിയത്? ഭയങ്കര വെട്ടാണ്. അവിടെയാണോ പരിപാടി? ഓക്കെ, ബാ എന്നാ പോവണേ. ഓക്കെ, താങ്ക് യു. അത് ഞാൻ വിചാരിച്ചു ഒച്ചയൊന്നും കേൾക്കുന്നില്ല. ഗൈസ്, നമ്മൾ മൂഞ്ചേരിക്കാണ് സുഹൃത്തുക്കൾ. ഇവിടെയല്ല കല്യാണം, എടൂര് എന്ന് പറഞ്ഞ സ്ഥലം, ഓഡിറ്റോറിയത്തിലാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം ഞങ്ങളിപ്പോൾ തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഓഡിറ്റോറിയത്തിലേക്ക്. ഇവനാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നത്, എനിക്കാണെങ്കിൽ സ്പീഡ് തീരെ പറ്റത്തില്ല. അയ്യോ. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തി ഗായ്സ്. അറിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുന്നുണ്ട് ഗായ്സ്. അതാണ് ഓഡിറ്റോറിയം, വലിയ. എൻ്റെ മൂക്കെല്ലാം അടഞ്ഞ്. നല്ല രസമുണ്ട്. ആദ്യമായിട്ടാ രാത്രിക്ക് ഞാനിങ്ങനെ ഓഡിറ്റോറിയം കാണുന്നത്. അല്ല, ഇവിടുന്നേ അത് പള്ളി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. പിന്നെ കയറിയാടും എൻ്റെ കണ്ണ് നേരെ ഫുഡിലേക്കായി. അവിടെ ഒരു പാത്രം എടുത്ത് വട ഉണ്ടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. എന്ത് ബൊഫേ ആയതുകൊണ്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ബിരിയാണിയും 2 വെള്ളയപ്പവും കഴിച്ചു. അങ്ങനെ കണ്ടതും കടിച്ചതൊന്നും ഞാൻ കഴിക്കൂല. എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്നൊരു ഐസും കഴിച്ചു. പിന്നെ കുറച്ച് നേരം എൻ്റെ ഒരു ഷോ, പിന്നെ 2 മുട്ടായൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ എന്നിട്ട് അവിടെ ജ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ കുടിച്ചു. ഒരു കൊള്ളത്തില്ലായിരുന്നു കേസ്, എനിക്ക് ഇഷ്ടമായില്ല. പൈനാപ്പിൾ എന്തോ ആയിപ്പോയി കുടിച്ചപ്പം. എന്നാലും കണ്ട ഞാൻ പകുതി കുടിച്ചിട്ട് ഞാൻ അവിടെ വെച്ച്. എന്നിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി. മുട്ടായൊക്കെ എടുത്ത് പള്ളി ആദ്യമായിട്ടാണ് രാത്രിക്ക് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലേക്ക് പോവുകയാണ് കേസ്. എനിക്ക് തോന്നുന്നു പള്ളി ഇപ്പം പൂട്ടിയിട്ടിട്ടുണ്ടാവും തോന്നുന്നു. എന്നിട്ട് ചിലപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. തണുപ്പടിച്ചിട്ട് എനിക്ക് ഇപ്പം ജലദോഷം കൂടുമോ എന്നൊരു സംശയം ഇருக்கு. ഇല്ലടാ, ഇല്ല, തുറന്നിട്ടുണ്ട്. മണിക്കാ പള്ളി അടക്കുള്ളൂ ഗൈസ്. ഞങ്ങളിപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. നല്ല രസമുണ്ട് രാത്രിക്ക്. അയ്യോ, ഇതാണ് നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ ഓവർ വ്യൂ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ചർച്ച്. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. എല്ലാം എടുത്തില്ലേ? ഒന്നും മറന്നില്ലല്ലോ. അവിടെ നോക്ക്, നല്ല രസമില്ലേ? ഹൈവേ റോഡ് പോലെ ഉണ്ട്. അല്ല, കുറച്ച് അങ്ങോട്ട് നോക്കണം. അല്ല, ഞങ്ങൾ ഹൈവേ, ഞാൻ വലിയ ഇത് കാണാത്തോണ്ടായിരിക്കും, എനിക്കറിയില്ല. ഉണ്ടാ അവിടെ നിന്നുണ്ടാ വലിയ അതൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കുറേ ലൈറ്റെല്ലാം. ഇതിൻ്റെ ഫോക്കസ് ആകുന്നില്ലേ? ലൈറ്റെല്ലാം ഇങ്ങനെ കത്തിച്ചിട്ട് നല്ല രസമുണ്ട്. സോ നൈസ്. പിന്നെ കടയിൽ പോയിട്ട് സാധനം മേടിക്കാണ്ട് ഗൈസ്. അപ്പോൾ വീടെത്താനായി ഗൈസ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. പറ്റാ ബൈ ബൈ. സീ ഗൈസ്, ബൈ ബൈ.